തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അടുത്തിരിക്കുകയാണ് നാടും നഗരവും. നിങ്ങൾക്ക് മുൻപിലെത്തുന്ന സ്ഥാനാർത്ഥിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും അറിയുവാനുമായി ഞങ്ങൾ ഒരുക്കുന്ന തദ്ദേശം 2025 അറിയാം സ്ഥാനാർത്ഥിയെ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് പട്ടിത്തറ പഞ്ചായത്തിലെ 9ാം വാർഡിലാണ്. ഇവിടുത്തെ LDF സ്ഥാനാർത്ഥി ഷമീറാണ് ഇന്ന് നമുക്കൊപ്പമുള്ളത്. സൗമ്യത കൈമുതൽ, വികസനം മുഖമുദ്ര. കോവിഡ് കാലത്തെ ധീരസേവകൻ KK ഷമീർ പട്ടിത്തറ പഞ്ചായത്തിലെ 9ാം വാർഡിൽ നിന്നും LDF സ്ഥാനാർത്ഥിയായി വീണ്ടും മത്സരരംഗത്ത്. ഷമീർ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറുമെന്ന് തന്നെയാണ് നാട്ടിലെ ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാവുന്നത്. പട്ടിത്തറ പഞ്ചായത്തിലെ 9ാം വാർഡായ കാശാമുക്ക് വീണ്ടും വിധി എഴുതാൻ ഒരുങ്ങുമ്പോൾ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് നാട്ടുകാരുടെ പ്രിയങ്കരനും സൗമ്യനുമായ ചെറുപ്പക്കാരൻ KK ഷമീറാണ്. 2ാം തവണയാണ് അദ്ദേഹം ജനവിധി തേടുന്നത്. 2015-20 വർഷ കാലയളവിൽ വാർഡ് മെമ്പർ എന്ന നിലയിൽ കാശാമുക്കിൽ ഷമീർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ നാട്ടുകാർക്ക് ഇന്നും ആവേശമാണ്. പട്ടിത്തറ സഹകരണ ബാങ്കിലെ ജീവനക്കാരൻ എന്ന നിലയിൽ പൊതുസേവന രംഗത്ത് സജീവമായ അദ്ദേഹം മുൻ ഭരണകാലയളവിൽ വാർഡിനായി സർക്കാർ അനുവദിച്ച മുഴുവൻ തുകയും പാഴാക്കാതെ വികസനത്തിനായി വിനിയോഗിച്ചു എന്ന നേട്ടം അഭിമാനകരമാണ്. മുന്നത്തെ പ്രചരണ രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത്തവണ സ്ഥാനാർത്ഥികളുടെ പ്രചരണ രീതി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? നമ്മുടെ ഈ വാർഡിൽ പ്രചരണത്തിൽ ജാതിയെയും മതത്തെയും കൂട്ടുപിടിച്ച് അതിൽ നിന്ന് വോട്ട് നേടുന്ന ഒരു പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് എന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും അത്തരം ജാതി മത കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെയുള്ള എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു പ്രവർത്തനമാണ് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. ഒരിക്കലും ജനാധിപത്യ സമൂഹത്തിൽ മതത്തെയും ജാതിയെയും കൂട്ടുപിടിച്ച് ധ്രുവീകരണം നടത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന് മാത്രമല്ല മറ്റേതൊരു പ്രവർത്തനവും ഭിന്നിപ്പ് ഉണ്ടാക്കുന്ന പ്രവർത്തനം ഈ ജനാധിപത്യ സമൂഹത്തിൽ ഭൂഷണമല്ല എന്ന് വളരെ കൃത്യമായി അറിയാവുന്നത് കൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയില്ല. എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു പ്രവർത്തനമാണ് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. വാർഡിലെ 30ഓളം കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിച്ച പത്താല പള്ളിയാൽ കുടിവെള്ള പദ്ധതി, കാശാമുക്കിലെ മുതിർന്ന പൗരന്മാർക്ക് താങ്ങും തണലുമായ പകൽവീട് എന്നിവ ഷമീറിന്റെ ജനകീയ ഇടപെടലുകൾക്ക് ഉദാഹരണങ്ങളാണ്. ടിപ്പു സുൽത്താൻ റോഡ്, പാറപ്പുറം നെച്ചിക്കോട് റോഡ്, കാശാമുക്ക് വട്ടപ്പറമ്പ് റോഡ് എന്നിവയുടെ നവീകരണവും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിരവധി റോഡുകൾ കോൺക്രീറ്റ് ചെയ്ത് മെച്ചപ്പെടുത്തിയതും അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ വികസന നേട്ടങ്ങളാണ്. കാശാമുക്കിലെ ജനങ്ങൾക്ക് ഷമീറിനോടുള്ള സ്നേഹവും വിശ്വാസവും ഒരിക്കലും കെടാത്തതാണ്. കൊറോണയുടെ ഭീതിയിൽ ആളുകൾ പുറത്തിറങ്ങാൻ മടിച്ച കാലത്തും അദ്ദേഹം കോക്കോട് കോവിഡ് ക്വാറന്റൈൻ സെന്ററിൽ 45 ദിവസം വളണ്ടിയറായി പ്രവർത്തിച്ച് ജനങ്ങളെ സേവിച്ചു. ഭക്ഷ്യക്കിറ്റുകളുമായി വീടുകളിൽ കയറി നടന്ന് അദ്ദേഹം നടത്തിയ സേവനം നാട്ടുകാർക്ക് ഇന്നും മനസ്സിൽ മായാത്ത ചിത്രമാണ്. ഈ സേവന പാരമ്പര്യം തന്നെയാണ് അദ്ദേഹത്തെ വീണ്ടും സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കാൻ കാരണവും. പട്ടിത്തറ പഞ്ചായത്തിലെ 9ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എങ്ങനെയാണ് പ്രചരണ പരിപാടികളൊക്കെ മുന്നോട്ട് പോകുന്നത്? പ്രചരണ പ്രവർത്തനം വാർഡിൽ നല്ല നിലയിലാണ് പോകുന്നത്. എല്ലാ വീടുകളും സന്ദർശിച്ച് എല്ലാ വോട്ടർമാരെയും നേരിട്ട് കണ്ട് അവരോട് വോട്ടഭ്യർത്ഥിക്കുന്ന രീതിയിലാണ് പ്രചരണം പുരോഗമിക്കുന്നത്. നല്ല വോട്ടർമാരിൽ നിന്നെല്ലാം നല്ല അഭിപ്രായമാണ് നമുക്ക് ലഭിക്കുന്നത്. അവരുടെ നല്ല സ്നേഹവും വാത്സല്യമൊക്കെ ലഭിച്ചിട്ട് തന്നെയാണ് പ്രചരണ പ്രവർത്തനം നീങ്ങുന്നത്. തീർച്ചയായും ഞാൻ സ്ഥാനാർത്ഥിയായതിൽ വളരെ സന്തോഷത്തിലുള്ള വോട്ടർമാരാണ് ഇവിടെ കാണുന്നത്. അതിനൊരു പ്രധാന കാരണം ഞാൻ 2015-2020 കാലഘട്ടത്തിൽ ഈ വാർഡിനെ പ്രതിനിധീകരിച്ച് മെമ്പറായിട്ടുണ്ടായിരുന്നു. അന്ന് നടത്തിയ വികസന പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ അവരുടെ എല്ലാ കാര്യത്തിലും സന്തോഷങ്ങളിലെല്ലാം ഞാൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നെ ഇത്രമാത്രം അവർ സ്വീകരിക്കാൻ കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. 100% സത്യസന്ധമായിട്ടാണ് ഞാൻ ഈ വാർഡിൽ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് ആ കാലഘട്ടത്തിൽ. അതിൻ്റെ എല്ലാം ഒരു ഗുണങ്ങളാണ് ഇപ്പോൾ അവരെല്ലാം ഈ പ്രാവശ്യം എന്നെ ഇത്രമാത്രം സ്നേഹത്തോടെ സ്വീകരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായും ജയിച്ചു വന്നാൽ മുന്നത്തെ ഒരു പരിചയവും അതെല്ലാം തന്നെ ഈ വാർഡിന് എത്രമാത്രം ഗുണകരമാക്കാമെന്ന രീതിയിൽ തന്നെയാണ് എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോവുക. പ്രത്യേകിച്ച് നമ്മുടെ പ്രദേശത്ത് റോഡുകളുടെ അവസ്ഥ വളരെ മോശമാണ്. ആ റോഡുകളെല്ലാം മെയിൻ്റനൻസ് ഫണ്ട് ഒട്ടും ലാപ്സാക്കാത്ത രീതിയിൽ കൊണ്ടുവന്ന് അതെല്ലാം തന്നെ നല്ല രീതിയിൽ ഈ വാർഡിന് ഗുണമാകുന്ന രീതിയിൽ തന്നെയാണ് അത്തരം പ്രവർത്തനങ്ങളെല്ലാം നടത്തുക. അതെല്ലാം അവർക്ക് ബോധ്യമാണ്. വികസനത്തിന്റെ തുടർച്ച ഉറപ്പാക്കാൻ മനസ്സിൽ നിരവധി പദ്ധതികളുമായാണ് ഷമീർ വോട്ട് തേടുന്നത്. കൂമ്പ്രക്കുന്ന് പ്രദേശത്തെ നാട്ടുകാരുടെ ദീർഘകാല അഭിലാഷമായ കൂമ്പ്രക്കുന്നിനെയും ആലൂർ റോഡിനെയും ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡ് യാഥാർത്ഥ്യമാക്കുമെന്നും ടിപ്പു സുൽത്താൻ റോഡ് നവീകരണവും സംരക്ഷണ ഭിത്തി നിർമ്മാണവും പൂർത്തിയാക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകുന്നു.
ഇതിലുപരിയായി തന്റെ വാർഡിനെ പുറത്താണെങ്കിൽ പോലും നെച്ചിക്കോട് മൈതാനത്തെ ഉന്നത നിലവാരമുള്ള സ്റ്റേഡിയമാകാൻ പരിശ്രമിക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകുന്നത് യുവതലമുറയോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത വ്യക്തമാക്കുന്നു. യുവാക്കളെ മാരകലഹരി മരുന്നിൽ നിന്ന് മുക്തരാക്കി കായിക രംഗത്തേക്ക് തിരിച്ചുവിടാനായി നാട്ടിലെ ക്ലബ്ബുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കും ഷമീർ ലക്ഷ്യമിടുന്നു. വികസനത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സ്നേഹസമ്പന്നനായ ഈ ചെറുപ്പക്കാരനെ ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ട് നൽകി വിജയിപ്പിക്കാൻ കാശാമുക്ക് തയ്യാറായി കഴിഞ്ഞു. ഇത്തവണ ജനപ്രതിനിധിയായിട്ട് തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ യാഥാർത്ഥ്യമാക്കാൻ ആഗ്രഹിക്കുന്ന വികസന സ്വപ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? ഞാൻ ജനപ്രതിനിധിയായി ഈ വാർഡിൽ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒട്ടേറെ ഈ ഗൃഹസന്ദർശനത്തോടനുബന്ധിച്ചും അതിനു മുന്നേയും ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ ചെയ്യേണ്ടതുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കൂമ്പ്രക്കുന്ന് ഭാഗത്തുള്ള പ്രദേശത്തെ ആളുകളുടെ ഒരു ആവശ്യമാണ് ആ കൂമ്പ്രക്കുന്നുള്ള റോഡ് ആലൂർ റോഡുമായി ബന്ധിപ്പിക്കുക എന്നുള്ളത്. തീർച്ചയായും അത് നടപ്പിലാക്കുവാൻ എല്ലാ പരിശ്രമവും നടത്തും, അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ടിപ്പു സുൽത്താൻ റോഡുകൾ ആ പ്രദേശത്തെ അവിടുത്തെ നിവാസികളുടെ ഒരു ആവശ്യമാണ്. അവരുടെ റോഡും സൈഡ് കെട്ടലും അതുപോലെ ജൽജീവൻ്റെ വെള്ളം അവർക്ക് വേണ്ട കുടിവെള്ളത്തിൻ്റെ സൗകര്യം ഏർപ്പെടുത്തൽ, ഇതെല്ലാം തന്നെ കൃത്യമായി ഈ ഞാൻ ജനപ്രതിനിധിയായി തിരഞ്ഞെടുത്താൽ അതെല്ലാം നടത്തും. അതുപോലെ തന്നെ മറ്റൊരു ആവശ്യമാണ്, ഇപ്പോൾ നിലവിൽ എൻ്റെ വാർഡിൻ്റെ ഭാഗത്തല്ല എങ്കിൽ പോലും ഈ പ്രദേശത്തെ മുഴുവൻ കുട്ടികൾക്കും അനുയോജ്യമായ രീതിയിൽ നമ്മുടെ നെച്ചിക്കോട് ഗ്രൗണ്ട് സ്റ്റേഡിയമാക്കി മാറ്റുവാനുള്ള ശ്രമം മന്ത്രിയുടെ ശ്രദ്ധയിൽ ഇതിനോടകം തന്നെ പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് അതല്ലെങ്കിൽ മറ്റ് ഏത് തരം ഫണ്ടാണോ കിട്ടുന്നത് അതെല്ലാം ഉപയോഗിച്ച് നെച്ചിക്കോട് ഗ്രൗണ്ട് ഒരു സ്റ്റേഡിയമാക്കുവാനും ശ്രമിക്കും. വളരെ മോശമായി കിടക്കുന്ന നമ്മുടെ പ്രദേശത്തെ എല്ലാ റോഡുകളും നവീകരിക്കും. റോഡുകളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തും. അതുപോലെ തന്നെ ലൈഫ് ഗുണഭോക്താക്കൾ നിലവിൽ വീടിന് ഫണ്ട് ലഭിക്കാതെ വാടക കൊടുത്തും മറ്റും കാലങ്ങളായി താമസിക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അവരുടെ ഫണ്ട് സമയാധിഷ്ഠിതമായി അവർക്ക് ലഭ്യമാക്കി അവരുടെ വീട് അവർക്ക് വാസയോഗ്യമായ ഒരു വീടിന് വേണ്ടി എല്ലാ പരിശ്രമവും നടത്തും.